കൊടകരയിലേക്ക് പോകാം. കൊടകരയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ലോനപ്പൻ ചേരുന്നുണ്ട്. അവിടെ എന്താണ് സ്ഥിതി? ലിബീഷ്, മറ്റത്തൂരിലെ മലയോര മേഖലയില് ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം 3 മണിയോടുകൂടി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. അതിശക്തം എന്ന് പറയാനായില്ലെങ്കിൽ തന്നെയും തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളിക്കുളങ്ങരയ്ക്ക് സമീപമുള്ള പോത്തഞ്ചിറ എന്ന പ്രദേശത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ശക്തമായ മഴ, അതിതീവ്ര മഴ എന്ന് തന്നെ പറയാം. ഈ മഴയില് അവിടുത്തെ ഒരു 6ഓളം വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ചു വരികയും പ്രദേശവാസികൾ ഒരു ഭീതിയിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്ന മണലും മെറ്റലും ഒക്കെ വെള്ളത്തിൽ കുത്തിയൊലിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ലിബീഷ്, കൊടകര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഈ മറ്റത്തൂരിൽ കാർഷിക മേഖലയാണ്. അവിടെ കാർഷിക വിളകൾക്കുള്ള നാശം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിൽ നേരത്തെ തന്നെ ഇവിടെ പെയ്തിട്ടുള്ള മഴയിൽ നേന്ത്രവാഴ കർഷകർ വല്ലാത്ത ദുരിതത്തിലാണ്. ഏറെക്കുറെ ഓണത്തിന് കണക്കാക്കി കൃഷി ചെയ്ത വാഴകളെല്ലാം തന്നെ വെള്ളക്കെട്ടില് പഴുത്ത് നാശം ഇതുവരെ ഏറെക്കുറെ നശിച്ച ഒരവസ്ഥയിലാണ്. ഇപ്പോൾ അത്രമാത്രം വെള്ളം ഉയർന്നിട്ടില്ല. ലിബീഷ്, കൊടകര മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ലോനപ്പൻ. മറ്റത്തൂർ പ്രദേശത്താണ് മഴ അതിശക്തമായി തന്നെ പെയ്യുന്നതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചില വീടുകളുടെ പടി വരെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാർഷിക മേഖലയാണ്. മുൻപ് തന്നെ അവിടെ കാർഷിക വിളകൾക്ക് നാശം സംഭവിച്ചിരുന്നു. നേന്ത്രവാഴ കൃഷി ഓണത്തിന് മുന്നോടിയായി നേന്ത്രവാഴ ധാരാളം കർഷകരുള്ള മേഖലയാണ്. അവിടെ വെള്ളം കയറി നേരത്തെ തന്നെ ആശങ്ക ഉണ്ടായിരുന്നു. കൃഷി നശിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡിലൂടെയൊക്കെ വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൊടകര മേഖലയിൽ അതിശക്തമായ മഴ പെയ്യുകയാണ്. മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. റബ്ബർ തോട്ടങ്ങളെല്ലാം തന്നെ മുങ്ങിയ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കൊടകര മേഖലയിൽ നിന്ന് കാണുന്നത്. അതിശക്തമായി തന്നെ വെള്ളം റോഡിലൂടെ കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. പല വീടുകളുടെയും മുറ്റത്തേക്ക് തന്നെ വെള്ളം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിതീവ്ര മഴ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ആ മേഖലയിൽ മഴ അനുഭവപ്പെടുന്നത്. മുൻകരുതൽ നടപടികളെല്ലാം തന്നെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും ആളുകളെ ഒന്നും മാറ്റിപ്പാർപ്പിച്ചതായി ഇതുവരെയും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. എങ്കിൽ പോലും കനത്ത ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. കാർഷിക വിളകൾക്കെല്ലാം വലിയ രീതിയിൽ നാശം സംഭവിച്ചിട്ടുണ്ട്. വീടുകളുടെ തൊടിയിലും മുറ്റത്തുമെല്ലാം തന്നെ വെള്ളം കയറി. കിണറുകൾക്ക് മുകളിലൂടെ വെള്ളം പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. മലവെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൊടകര മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വീടുകളുടെ മുറ്റത്തൂടെ വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുകയാണ്.